16ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ അംഗീകരിച്ചു. കമ്മീഷൻ ശുപാർശ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് 41% വിഹിതമാണ് ലഭിക്കുക. 50% എന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് ഇനത്തിൽ 1.4 ലക്ഷം കോടി രൂപ ലഭിക്കും. 16th Finance Commission on 17th November 2025. The 16th Finance Commission submitted its report to the President. The government has accepted the recommendation of the Commission to retain the vertical share of devolution at 41%. As recommended by the Commission, I have provided 1.4 lakh crores of rupees to the states for the year 2026-2027 as Finance Commission grants. These include rural and urban local body and disaster management grants. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ധനസുമോദ്, കേന്ദ്ര ബജറ്റ് അവതരണം കഴിയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതുപോലെ തന്നെ AI പഠനത്തിനും പ്രോത്സാഹനത്തിനുമൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ബജറ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് മൊത്തത്തിൽ ഈ 1.5 മണിക്കൂർ നീണ്ട കേന്ദ്ര ബജറ്റ് അവതരണത്തെ എങ്ങനെ വിലയിരുത്താം? ഇപ്പോൾ ഈ 90 മിനിറ്റ് മാത്രം നീണ്ട ഈ ബജറ്റ് അവതരണത്തിൽ കേരളം വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അതിവേഗ പാത, എയിംസ് തുടങ്ങിയ നിരവധി പദ്ധതികൾ കേരളത്തിലുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള ഒരു പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായും കേരളത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും മറികടന്ന് പോയെങ്കിൽ പോലും ഈ വിദേശികൾക്ക് ഇനി ഓഹരിയിൽ നേരിട്ട് നിക്ഷേപിക്കാം. ഓഹരി കടപ്പത്ര വിപണികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് ബജറ്റിൽ ധനമന്ത്രി ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ കമ്പനികളിൽ കൈവശം വെക്കാവുന്ന ഓഹരികളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. NK പ്രേമേന്ദ്രൻ MP നമ്മളൊപ്പം മറ്റേ പാത നമുക്ക് ഈ MP കോട്ടയം MP നമ്മളൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഒരു പാത, അതിവേഗ പാത ഉണ്ടാകുന്നത്? ഹൈസ്പീഡ് റെയിൽ കോറിഡോർ കേരളത്തിന് അനുവദിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ബജറ്റിൽ പ്രഖ്യാപനമൊന്നുമില്ല. അത് അങ്ങേയറ്റം നിരാശാജനകമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ഈ ഒരു ഗതാഗത കുരുക്കും ഗതാഗത പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ളത് ശ്രീധരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടിയിരുന്നത് ഈ പറയുന്ന ഇപ്പോൾ ഗവൺമെൻറ് LDF ഗവൺമെൻറ് നിർദ്ദേശിച്ച ഈ പറയുന്ന പാതയല്ല. നമുക്ക് വേണ്ടത് ബ്രോഡ് ഗേജിൽ തന്നെ ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. അത് തന്നെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയല്ല. വാസ്തവത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ മുംബൈ, കന്യാകുമാരി ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൂടെ എല്ലാം കടക്കുന്ന നമ്മളുടെ നിലവിലുള്ള സംവിധാനം പ്രയോജനപ്പെടത്തക്ക രീതിയിൽ എന്നാൽ ഒരു അഡീഷണൽ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മുംബൈ കന്യാകുമാരി വന്നാൽ എല്ലാവർക്കും ഈ പറയുന്ന 4-5 സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ മലയാളികളായി ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളരെ വേഗത്തിൽ നാട്ടിലെത്താനായിട്ട് പ്രയോജനപ്പെടും. അക്കാര്യത്തിൽ നിരാശയാണ്. പക്ഷേ നമ്മൾ വർഷങ്ങളായി നമ്മൾ എയിംസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ എയിംസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ലല്ലോ. നമുക്ക് അനുവദിക്കും, അതിനുള്ള ക്ലിയറൻസ് ധനകാര്യ മന്ത്രാലയം നൽകി എന്നൊക്കെ പറയുമ്പോൾ പോലും വ്യക്തമായ ഒരു നിലപാട് എന്താണ്, തീരുമാനം എന്താണെന്ന് ഇന്നും ഈ ബജറ്റിലും ധനകാര്യമന്ത്രി പറയാൻ തയ്യാറായിട്ടില്ല. വാസ്തവത്തിൽ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ അനുയോജ്യമായിട്ടുള്ള പല സ്ഥലങ്ങളുമുണ്ട്. ഞാൻ പറയും ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ വെള്ളൂർ മേഖലയിലാണ്. അവിടെ ഏതാണ്ട് 700ഓളം ഏക്കർ സ്ഥലം ഹിന്ദുസ്ഥാൻ HNL ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പ്രവർത്തിച്ചിരുന്ന 700-800ഓളം ഏക്കർ സ്ഥലം അവിടെയുണ്ട്. അവിടെയാണ് ഇപ്പോൾ കേരള പേപ്പർ പ്രോഡക്ട്സ് വന്നിട്ടുള്ളത്. അവിടെ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, ജലമാർഗം വരാനുള്ള സൗകര്യമുണ്ട്, റോഡ് സൗകര്യങ്ങളുണ്ട്, ഈവൻ നമുക്ക് ഹെലിപാഡുകൾ സ്ഥാപിക്കുക. അങ്ങനെ ഏറ്റവും കേരളത്തിൻ്റെ നടുഭാഗം എന്നുള്ള നിലയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. എന്തുമാകട്ടെ, എവിടെ വന്നാലും കേരളത്തിന് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അനുവദിക്കേണ്ടത് അനിവാര്യമാണ്. അത് വീണ്ടും നീണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒരു കാര്യമായൊരു പ്രഖ്യാപനമില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോക്കനട്ട്, നാളികേരം, അതുപോലെ തന്നെ കൊക്കോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളികേരം വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ പ്ലാന്റേഷനൊക്കെ വേണ്ടിയിട്ട് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എല്ലാം നൽകാൻ വേണ്ടിയിട്ടുള്ള സഹായം ഉണ്ടാകുന്നു. പക്ഷേ റബ്ബറിൻ്റെ കാര്യത്തിൽ തികച്ചും മൗനമാണ് ഈ ബജറ്റ് പാലിക്കുന്നത്.
ഒരു സഹായവും റബ്ബർ മേഖലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റബ്ബർ. അത് കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിലെ റബ്ബർ മേഖലയ്ക്കും റബ്ബർ കർഷകർക്കും ഒരു സബ്സിഡി ആയിട്ട് 1000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു, ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 21,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. അതുപോലെ കേരളം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ ഈ ബജറ്റിലൂടെ BJP ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അങ്ങേയറ്റം നിരാശാജനകം എന്ന് മാത്രമേ ഇതേക്കുറിച്ച് പറയാൻ. റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു കേരളം എഴുതി കൊടുത്തിരുന്നത്. കേരളം രേഖാപൂർവ്വം തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ മനുഷ്യ മൃഗ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി 1000 കോടി രൂപയുടെ പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ആവശ്യപ്പെട്ടിരുന്നത്. 21,000 കോടി രൂപ ഗ്രാൻഡായി കേരളത്തിന് നൽകണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ആവശ്യവും കേരളത്തിന്റെ പരിഗണിക്കാത്ത ഒരു ബജറ്റാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ ഇവിടെ അവതരിപ്പിച്ചത്. ശരി, ഞാൻ സുമോദിലേക്ക് വരാം.